വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം കടുത്തു എന്നാണ് പല മാധ്യമങ്ങളും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. സംഭവം സത്യമാണ്. അമേരിക്ക കാര്യത്തിൽ ഇടപെട്ടു. ആണവ നിലയങ്ങളൊക്കെ ബങ്കർ ബസ്റ്റർ ബോംബുകളിട്ട് തകർത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തകർക്കുമ്പോഴും ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇറാൻ വലിയ തിരിച്ചടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞതാണ്. കാരണം ഇറാൻ 10 ഇസ്രായേലി നഗരങ്ങളിൽ നാശം വിതയ്ക്കാൻ തുടങ്ങി എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ അതൊക്കെ നേരത്തെ കണ്ട് കൃത്യമായിട്ട് പഴുതൊക്കെ അടച്ച സുരക്ഷയാണ് അവിടെ ഒരുക്കിയിരുന്നത്. വലിയ രീതിയിലുള്ള നാശമൊന്നും വിതച്ചിട്ടില്ല. ഇറാന്റെ കയ്യിൽ ഒരു മിസൈലുണ്ട്. ആ മിസൈലിന്റെ പേര് ഞാൻ മറന്നുപോയി. 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ. ആ മിസൈലിനെ ഇസ്രായേൽ ഭയപ്പെടുന്നുണ്ട് എന്ന റിപ്പോർട്ട് വരുന്നു. ആ മിസൈൽ പുറത്തെടുക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അതൊക്കെ നമുക്ക് കണ്ടറിയേണ്ട വിഷയങ്ങൾ തന്നെയാണ്. നമ്മുടെ ചർച്ചയുടെ ആംഗിൾ എന്ന് പറഞ്ഞാൽ റഷ്യ എവിടെ പോയി, ചൈന എവിടെ പോയി, ഇറാനെ തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ തട്ടും എന്നൊക്കെ പറഞ്ഞ പല രാജ്യങ്ങളുണ്ടല്ലോ. ഇതുപോലെ പല രാജ്യങ്ങളും പല രാജ്യങ്ങളുടെയും കൂടെ കയറി നിൽപ്പുണ്ട്. അടി വരുമ്പം ഒരുത്തനെയും കാണാനില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കവലപ്പറമ്പിലൊക്കെ കിടന്ന് വഴക്ക് കൂടുന്ന സെറ്റപ്പ് പോലെയാ. അടി എവിടെ തുടങ്ങുന്നു പിന്നെ ഒരുത്തനെ ആ ഏരിയയിലോട്ട് മഷിയിട്ട് നോക്കാൻ കിട്ടത്തില്ല. ഇന്ത്യയുടെ കേസിലും അങ്ങനെ. പിന്നെ നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല നമ്മുടെ രാജ്യം അത്ര ഗംഭീരമായിട്ട് അതിനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുക. അതാണ് ഒരു 15 ദിവസം എടുത്തത് നരേന്ദ്രമോദി. ഇതെല്ലാം ഒന്ന് കൃത്യമായിട്ടൊന്ന് മൊത്തത്തിലൊന്ന് അറേഞ്ച് ചെയ്ത് എടുക്കണ്ടേ. ഇവിടെ അടിക്കണം, ഇവിടെ അടിച്ചാൽ അവന്മാർ അവിടെ നിന്ന് അടിക്കും, അവിടെ നിന്ന് അടിച്ചാൽ നമ്മൾ ഇങ്ങനെ തടുക്കണം, പോരാത്തതിന് രാജ്യങ്ങളെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, ഇങ്ങനെ ഒറ്റമാനും കൂടെ നിൽക്കില്ല, കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അടി വരുമ്പോൾ ഒരുത്തനെയും കാണാനില്ല. ഇപ്പൊ ഉത്തര കൊറിയയുടെ കിം ജോങ് ഉന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രംപിന് വലിയ താക്കീത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തിനു പറയുന്നു, നമ്മുടെ CPM-ന്റെ MA കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ താക്കീത്. അപ്പൊ അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കും. ഒരുത്തനെയും കാണാനില്ല. ചൈനയും കാണാനില്ല, റഷ്യയും കാണാനില്ല. ചൈന പിന്നെ വായ്ത്താളം മാത്രമേ ഉള്ളൂ. ചൈന ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞങ്ങൾ ചെയ്യരുത്, ചെയ്താൽ ഞങ്ങൾ ഇവരെ കൂടെ നിൽക്കുമെന്ന്. ചൈന അവരുടെ രാജ്യത്തിന്റെ ആ ഒരു കേസ് വിട്ടിട്ട് യാതൊരുവിധ പണിക്കും പോകത്തില്ല. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. അവരതങ്ങനെ തകർക്കാനൊന്നും അവര് താല്പര്യപ്പെടുന്നില്ല. ഇന്ത്യ പിന്നെ നമുക്കറിയാലോ, ഇന്ത്യ അവിടെയും ഇല്ല ഇവിടെയും ഇല്ല എന്നുള്ള നിലപാടാണ്. കാരണം അതാണ് ഏറ്റവും യോഗ്യമായിട്ടുള്ള ഒരു നിലപാടെന്ന് പറയുന്നത്. കാരണം നമുക്ക് ഇസ്രായേലും പാർട്ണറാണ്, ഇറാനും പാർട്ണറാണ്. അടിയൊക്കെ നിർത്തിയ നിനക്കൊക്കെ കൊള്ളാം എന്നാണ് ഇന്ത്യയുടെ ഒരു നിലപാടെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിനക്കൊക്കെ ഇട്ട് കൊള്ളും. ഇതൊക്കെ അമേരിക്കയുടെ കളിയാണെന്ന് ഇന്ത്യക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോ ഇവിടെ ഈ ഒരു വലിയൊരു ഫൈറ്റ് തുടങ്ങിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനി എന്താണ് ലോക രാജ്യങ്ങൾക്കിടയിൽ സംഭവിക്കാൻ പോകുന്നത്? റഷ്യ എവിടെ പോയി, ചൈന എവിടെ പോയി? ഇവരുടെ ഒന്നും പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നില്ലല്ലോ. ഇറാൻ ആണെങ്കിൽ അവിടെ ആട്ടിക്കൊണ്ട് മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക കയറി അടിക്കുകയാണ്. ഇറാന് തിരിച്ചടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇറാന് കൂടിപ്പോയാൽ ചെയ്യാൻ പറ്റുന്നത് ഹോർമൂസ് കടലിടുക്കിൽ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ച് ലോക രാജ്യങ്ങളെ മുഴുവൻ വലിയൊരു പ്രതിസന്ധിയിൽ കൊണ്ടുചെന്ന് എത്തിക്കാമെന്നുള്ളതാണ്. എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്? ഞാൻ 4 ദിവസം മുമ്പ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ, പോയിന്റ് അല്ല, ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ വാർത്ത ചെയ്തിരുന്നു. അപ്പൊ ആ വാർത്തയെ പറഞ്ഞു, ഇസ്രായേലുമായിട്ട് റഷ്യ സംസാരിച്ചിരുന്നു. അവരുടെ 200-ലധികം റഷ്യൻസ്, അതായത് റഷ്യയുടെ ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു ആണവ നിലയമുണ്ട്. അത് അറ്റാക്ക് ചെയ്യരുത്, അത് സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആണവ നിലയമാണ്. അതിന്റെ നെതംസ് ആണോ, അതല്ല വേറെ എന്തോ ഒരു, സോറി, നെതൻസ് അല്ല, വേറെ ഒന്നായിരുന്നു. അതായത് ഇറാന്റെ തലസ്ഥാന നഗരിൽ നിന്ന് 250 കിലോമീറ്റർ മാറി തെക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. കൃത്യമായിട്ട് ഞാനിപ്പോ അതിന്റെ പേര് ഓർക്കുന്നില്ല. അപ്പം അവിടെ നിങ്ങൾ അറ്റാക്ക് ചെയ്യരുത്, ഞങ്ങളുടെ ആൾക്കാരാണ് അവിടെ വർക്ക് ചെയ്യുന്നത് പറഞ്ഞു. ഇസ്രായേൽ അത് സമ്മതിക്കുകയും ചെയ്തു. അത് റഷ്യ തന്നെയാണ് വലിയ രീതിയിൽ തന്നെ പരസ്യ പ്രസ്താവന നടത്തി. ഞാൻ ആ വാർത്ത കൊടുത്തപ്പോൾ അതിന് താഴെ ആൾക്കാർ കമന്റ് ചെയ്തത്, നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ വാർത്ത ലഭിക്കുന്നു എന്നാണ് ചോദിച്ചത്. അപ്പോ ഇവിടെയും ഒരു വിഷയമുണ്ട്. നമ്മളെപ്പോഴും എന്താ പറയുക, നമ്മുടെ ഈ കമന്റ് ഇടുന്ന ആൾക്കാർ 2 തരം ആൾക്കാരാണ്. ഒന്ന് നമ്മുടെ തലക്കെട്ട് കണ്ടിട്ട് വന്നിട്ട് കമന്റ് ഇട്ടു, ആ ഒരു വാർത്ത ഒരിക്കലും കേൾക്കാറില്ല, എന്താണ് ഇതിൽ പറയുന്നത് അവർ കേൾക്കാറില്ല. രണ്ടാമത്തെ ആൾക്കാർ നമ്മളോട് ജന്മനാ തന്നെ വൈരാഗ്യ ബുദ്ധിയോട് പെരുമാറുന്ന ഒരു വിഭാഗമുണ്ട്. അവർ വന്നിട്ട് ഇട്ടിട്ട് പോകും. പക്ഷെ 2 കൂട്ടരോടും എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ വാർത്ത കാണും, ഞങ്ങൾക്ക് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ നിങ്ങൾ അത്യാവശ്യം, ഗൂഗിള് നിങ്ങളുടെ കയ്യിലുണ്ട്, മൊബൈൽ നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ പോയിട്ട് ഇന്റർനാഷണൽ മീഡിയ എങ്കിലും അത്യാവശ്യം കാണണം. അതായത് അത്യാവശ്യം മീഡിയാസ്. ഞാന് ഇന്ന് വൈനെറ്റ്, ഇസ്രായേലി വാർത്തകൾ അത്യാവശ്യം നൽകുന്ന ന്യൂസാണ്, ആ ന്യൂസ് ചാനലാണ് അവർ. വൈനെറ്റ് മലയാളിയുമല്ല, കേരളമല്ല, ഹീബ്രു ആണ്. അവർക്കിപ്പോൾ ഇംഗ്ലീഷും എല്ലാ ലാംഗ്വേജും ഉണ്ട് അവർക്ക്. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നൊരു കാര്യം, ഈ പറഞ്ഞ ഫോർദ ആ ആണവ നിലയം ഇപ്പോൾ ഈ അമേരിക്ക ആക്രമിച്ച അവരുടെ ഇറാന്റെ ഏറ്റവും രഹസ്യമായി 2009 വരെ ലോകത്തിന്റെ കണ്ണിൽ പെടാതിരുന്ന ഒരു ആണവ കേന്ദ്രമാണത്.
ഉം, അവിടെയാണ് ഇപ്പോൾ അമേരിക്ക ആക്രമിച്ചിരിക്കുന്നത്. അതിനകത്ത് 150-ൽ പരം റഷ്യൻസ് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഉം, റഷ്യ ആവശ്യപ്പെട്ട ഒറ്റ കാര്യമേ ഉള്ളൂ: ഞങ്ങളുടെ ആൾക്കാർക്കാർക്കും നിങ്ങൾ പരിക്കുണ്ടാക്കരുത്, പ്രശ്നമുണ്ടാക്കരുത്. ഇറാന്റെ ഉം, ഒരു പ്രസ്താവന ഇന്ന് രാവിലെ വന്നിട്ടുണ്ട്. അവിടെ ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ല, ഒരു സിവിലിയന് ഉം, പോലും ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അപ്പം ഉം, അമേരിക്ക ആയാലും ഇസ്രായേൽ ആയാലും അത് ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഉം, പറയുമ്പോൾ ഈ ന്യൂസ് ഏജൻസി തന്നെ, വൈനെറ്റ് തന്നെ നൽകിയ ഒരു വലിയ വാർത്തയുണ്ട്, അതുകൂടെ ഇതിനോട് പറഞ്ഞു പോകും. അപ്പോ ഉം, കഴിഞ്ഞ ദിവസം വ്ളാഡിമിർ പുടിൻ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നില്ല എന്ന്. ഉം, നമുക്കും തോന്നാറുണ്ടല്ലേ, എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാതെ? അപ്പൊ അതെ. വ്ളാഡിമിർ പുടിൻ പറഞ്ഞ മറുപടി ശരിക്കും പറഞ്ഞാൽ ഞാനും അപ്പോഴാണ് അറിയുന്നത്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയ ഒരു സാധനമാണ് അതിൽ. അദ്ദേഹം ഉം, പറയുന്നത് 2 ദശലക്ഷം റഷ്യൻസ് ഉണ്ട് ഇസ്രായേലില്. റഷ്യയുടെ ഒരു രാജ്യം തന്നെയാണ് ഇസ്രായേല്. ഞങ്ങളാണ് ഉം, അവര്, ഉം, ഞങ്ങളുടെ ഭാഷയാണ് അവർ സംസാരിക്കുന്നത്, ഞങ്ങളുടെ ഉം, ഇതാണ് അവര് എന്ന് പറയുന്നു. അപ്പോൾ ഉക്രൈന്റെ ആ, തലവൻ ഭരണാധികാരി സെലൻസ്കി ഒരു മറുപടി നൽകി. സെലൻസ്കി ഉം, പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞങ്ങൾ 20 ഡെഡ് ബോഡി റഷ്യൻ സൈനികരുടേതായിട്ട് പാക്ക് ചെയ്ത് റഷ്യക്ക് കൊടുത്തു, അതിലൊരാൾ ഉം. ഇസ്രായേലി ആയിരുന്നു എന്നുള്ളത്. അതായത് അത് ശരി. ഇസ്രായേലി ആഹ്, റഷ്യയുമായിട്ടുള്ള ബന്ധത്തിന് തെളിവായിട്ട് ഇതിൽ കൂടുതൽ എന്താണ് ഇനി വേണ്ടത്? ഇവിടെ ശരിയാ. റഷ്യ ഇനി ഞാൻ പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് അവർ ഉക്രൈനെ അടിച്ചൊതുക്കാതെ? എല്ലാവരും ചോദിക്കുന്നു, ഇത്രയും വലിയ പവറായിട്ട് എന്താണ് ഇവിടെ. ഇപ്പൊ ഞാൻ ചോദിച്ചിട്ട്, ഇപ്പൊ ഞാനും എന്റെ സഹോദരനും തമ്മിൽ അടിക്കുന്നു, എന്റെ സഹോദരനെ ഉം, കൊല്ലാൻ എനിക്ക് ഉദ്ദേശമൊന്നുമില്ല. അവര് ഉം, രണ്ടടിയൊക്കെ കൊടുത്ത് അവനെ ഒതുക്കണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. നേരെ മറിച്ച് എന്റെ ശത്രുവാണെങ്കിൽ എന്താണ് ഞാൻ ചെയ്യുന്നത്? അവനെ കൊല്ലുക, ഇല്ല ഇല്ലാതാക്കുക കൊല്ലും. എന്നുള്ളതല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഉം, സഹോദരനാണ്, ഇപ്പൊ നമ്മുടെ അമ്മ നമ്മളെ അടിക്കുന്നത് കൊല്ലാൻ വേണ്ടിയിട്ടാണോ? അല്ല. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് അടിച്ചൊതുക്കുകയാണ്. നമ്മുടെ വോയിസിന് പുറത്ത് കേൾക്കരുത്, നമ്മളിനി വിളച്ചിൽ കാണിക്കരുത്. അത് ആ ഒരു സംഭവം തന്നെയാണ് റഷ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉക്രൈനിൽ. അല്ലാതെ അവർക്ക് നിമിഷ നേരം പോലും വേണോ ഈ ഉക്രൈൻ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു രാജ്യത്തിനെ ഒതുക്കാനായിട്ട്? ഉം, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു വിഷയം. അതുകൊണ്ട് തന്നെ റഷ്യ ഇതിൽ ഇടപെടില്ല. പക്ഷെ റഷ്യ ചെയ്യും. എങ്ങനെയെന്ന് ചോദിച്ചാൽ, റഷ്യ ആയുധം നൽകാൻ അവർ തയ്യാറാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ധനുഷേ. റഷ്യ പോലും ഇറാന്റെ കയ്യിൽ നിന്നാണ് ഈ ഒരു വാറിലേക്കുള്ള ആയുധം വാങ്ങിയത്. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: റഷ്യ എന്തിനാണ് ഉം, എല്ലാവരുടെയും കയ്യിൽ നിന്ന് ആയുധം വാങ്ങുന്നത്, ആക്രമിക്കുക? അവരുടെ കയ്യിൽ ഇല്ലെന്ന്. ഉം, അവരുടെ ഒരു ഇഞ്ച് സാധനം പോലും അവര് പുറത്തെടുത്തിട്ടില്ല. ഉം, ഉം, ഇതെല്ലാം പലയിടത്തു നിന്നൊക്കെ മേടിക്കുന്നതും കൂലിപ്പടയാളികളെ വെച്ചിട്ടുമാണ് ഇവർ ഈ മുഴുവൻ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനത് മുമ്പും ഉം, പറയാറുണ്ട്, ഇപ്പോഴും ഞാൻ ഉം, അത് തന്നെ പറയുന്നു. ഒരു പക്ഷേ അത് സഹായി. ഇനി ചൈനയുടെ കാര്യത്തിലേക്ക് വരാം. ചൈനയെ സംബന്ധിച്ച് പുറത്തൊരു വാർത്തയുണ്ട്, നമ്മളത് നൽകിയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉം, ചൈനയിലെ 20ഓളം പട്ടാള മേധാവികളെ ജയിലിലാക്കുകയും 100ഓളം പേരെ കൊന്നുകളയും ഈ അടുത്ത കാലത്ത് ചൈന ചെയ്തു. അതായത് അവരുടെ ഉം, മിലിറ്ററിക്കകത്ത് ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഉം, അതായത് ചൈനയ്ക്ക് വിരുദ്ധമായിട്ടല്ല, അവരുടെ അകത്ത് ചില പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു. അപ്പൊ അതിന്റെ ഉം, അവസ്ഥയിൽ അവർ അവിടെ ഡൗൺ ആയിട്ട് നിൽക്കുന്നു, ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, സാമ്പത്തികമായി വലിയ ക്രൈസിസിലാണ് അവർ. ഈ ഉം, കോവിഡ് വലിയ രീതിയിൽ ബാധിച്ച ഒരു രാജ്യമാണ്. ഇപ്പൊ പിന്നെ ട്രംപ് മറ്റേ താരിഫും കൂടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും വലിയൊരു പ്രശ്നത്തിലേക്ക് അവർ പോയി. അങ്ങനെ ഉം, പ്രതിസന്ധി നിൽക്കുന്ന രാജ്യമാണ് ചൈന. ഒരിക്കലും, പക്ഷെ ചൈന ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കും, വലിയ രീതിയിൽ തന്നെ ഇറാൻ ആയുധം എത്തിച്ചു കൊടുക്കും. കാരണം ചൈനയുടെ ഏറ്റവും വലിയ എണ്ണ നൽകുന്ന രാജ്യമാണ് ഇറാൻ. അപ്പൊ അതുകൊണ്ട് ഉം, അത് എത്തിച്ചു കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ മൂന്നാമത്തേത് വരുന്നത് ഇന്ത്യയുടെ റോൾ എന്താണെന്നുള്ളതാണ്. ഇന്ത്യ ഇതിനകത്ത് സജീവമായി തന്നെ ഇടപെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം നമ്മളും ഇന്ന് ട്രംപ് പറഞ്ഞൊരു പ്രസ്താവനയാണ്. ട്രംപ് പറഞ്ഞത് ഈ യുദ്ധത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും ബെഞ്ചമിൻ നെതന്യാഹുവിനാണ്, ഇസ്രായേലിനാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഉം, അങ്ങനെ വരുമ്പോൾ ഇസ്രായേൽ തന്നെയാണല്ലോ ഒരു സൈഡില്. അമേരിക്കയോട് ചർച്ച നടന്ന കാര്യത്തിൽ പലരും പറഞ്ഞു പിന്നെ ട്രംപ് ഇതിന്റെ ക്രെഡിറ്റ് എടുക്കും. ട്രംപ് സമ്മതിക്കോ ഇല്ലയോ എന്നറിയില്ല. പക്ഷെ ഇന്ത്യ വിളിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടു കൂട്ടരും സംസാരിക്കാൻ താല്പര്യരായിരിക്കും. അവർ രണ്ടു കൂട്ടരും ഒരു ചർച്ചയ്ക്ക് തയ്യാറായിരിക്കും. നരേന്ദ്രമോദി ആയതുകൊണ്ടൊരു കാര്യം കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം: ചർച്ചയുടെ അവസാന ഭാഗം, ക്ലൈമാക്സ് നടക്കുന്നത് ഇന്ത്യയിലുമായിരിക്കാം. ഇന്ത്യയിൽ ഒരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ട്. രണ്ടു കൂട്ടരുടെയും പ്രതിനിധികളോ അല്ലെങ്കിൽ അവരുടെ ഉം, വിദേശകാര്യമന്ത്രിയോ വന്നിട്ട് ഇന്ത്യയിൽ വെച്ചൊരു സമാധാന ചർച്ച നടക്കാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇവിടെയാണ് ഈ വിശ്വഗുരു എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത്. ഈ വിശ്വഗുരു എന്ന് പറയുമ്പോൾ എല്ലാവരും നരേന്ദ്രമോദിയാണ് കളിയാക്കുന്നത്. നരേന്ദ്രമോദി ഉം. അല്ല വിശ്വഗുരു, ഭാരതമാണ് വിശ്വഗുരു. അതാണ് ആദ്യം അതെ. മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ഒരിക്കലും അദ്ദേഹമാണ് വിശ്വഗുരു എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ പലരും വിശ്വഗുരു വിശ്വഗുരു എന്ന് പറഞ്ഞ മോദിയെ കളിയാക്കുന്നു. അപ്പം ഇവിടെ വെച്ചൊരു ഒരു ട്രീറ്റി ഉണ്ടാകാനുള്ള സാധ്യതകളാണ് നിൽക്കുന്നത്. കാരണം ഇനിയിപ്പം അമേരിക്കയുടെ, എന്തായാലും അമേരിക്കയുടെ ഒരു അധിനിവേശം ഇല്ലെങ്കിൽ അമേരിക്ക പറയുന്ന ഡിമാൻഡ്സിൽ മറ്റു രാജ്യങ്ങളും അംഗീകരിക്കുമെന്ന് നമുക്കറിയാം. 2015 റഷ്യ, ചൈന എല്ലാം കൂടെ ചേർന്നിട്ടാണ്, ഇവർ 6 രാജ്യങ്ങൾ ചേർന്നിട്ടായിരുന്നു ഇവരുടെ ഒരു ആണവ കരാർ ഉണ്ടാക്കിയത് ഇറാനുമായിട്ട്.
അതിന് ഏകപക്ഷീയമായിട്ട് അമേരിക്ക പിന്മാറുകയായിരുന്നു. ഇറാൻ അല്ല പിന്മാറിയത്, ഏകപക്ഷീയമായിട്ട് അമേരിക്ക. അതും ട്രംപിന്റെ കാലത്താ. ഫസ്റ്റ് ട്രംപ്, ഒന്നാം ട്രംപ്, ഇപ്പൊ രണ്ടാം ട്രംപായി. അപ്പം അതിനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. പിന്നെ മിഡിൽ ഈസ്റ്റിലെ ആളുകളും മിഡിൽ ഈസ്റ്റിലെ കിങ്സ് അല്ലെങ്കിൽ അവിടുത്തെ റൂളേഴ്സ് ബന്ധപ്പെടാൻ സാധ്യതയുള്ള രാജ്യം ഇന്ത്യയാണ്. അവർക്ക് നന്നായി അറിയാം ഇന്ത്യ ഇടപെട്ടാൽ മാത്രമേ ഇതിനകത്തൊരു സൊല്യൂഷൻ ഉണ്ടാകൂ. കാരണം ഇപ്പം ഞാനിപ്പം ധനുഷിനെ അടിച്ചിട്ട് എനിക്ക് ധനുഷിന്റെ അടുത്ത് വന്നിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിനൊരു മീഡിയേറ്റർ വേണ്ടേ? ധനുഷിനെയും വിളിക്കണം, അയാളെയും വിളിക്കണം, രണ്ടു കൂട്ടരും പ്രശ്നവും കേൾക്കണം, ഒരു കോംപ്രമൈസ് വേണ്ടേ? അതിനാര് വരും? ആരും വരില്ല. ഈ കിടക്കുന്ന GCC-കാരെങ്കിലും വരും? ഇല്ല. അപ്പൊ അവരും നോക്കുന്നത് ഇന്ത്യയാണ്. ഒരുപക്ഷെ ഇതിനകത്ത് എന്റെ ഒരു കണക്കൂട്ടൽ ശരിയാണെങ്കിൽ ഇന്ത്യ ആയിരിക്കും ഒരു മീഡിയേറ്റർ. അതിന്റെ സപ്പോർട്ടറായി നിൽക്കുന്നത് സൗദി അറേബ്യ ആയിരിക്കും. അതിനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം അവിടെ കിടക്കുന്നത് സൗദി അറേബ്യ കുറച്ചുകൂടി കപ്പാസിറ്റി ഉള്ളൊരു ഭരണകൂടമാണ്. അവരുമായിരിക്കാനാണ് സാധ്യത കൂടുതൽ. അപ്പം അത് എന്തായാലും അധികം വൈകില്ല. ഞാൻ ഇന്നലെ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് ഒരാഴ്ച കൂടെ ഇന്ത്യ നോക്കും, അതിനുശേഷം ഇന്ത്യ ഇടപെടും എന്ന് പറഞ്ഞു. ഇപ്പോ ഇസ്രായേലിന്റെ ദൗത്യം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇറാനെ സംബന്ധിച്ച് അവർ തിരിച്ചടിക്കുക എന്നുള്ളത് അവരുടെ ന്യായമായ ഒരു കാര്യമാണ്. തിരിച്ചടിച്ചേ അവർക്ക് മതിയാകൂ. കാരണം അവർ ശക്തമായ ഒരു രാജ്യം, പോരാട്ട വീര്യത്തിന്റെ ഒരു രാജ്യം. അപ്പം ഖമേനി എന്ന് പറയുന്ന ശക്തനായ ഒരു ഭരണാധികാരി. അപ്പൊ അദ്ദേഹത്തിന് അടിച്ചേ പറ്റൂ. അത് സ്വാഭാവികമല്ലേ? ഇപ്പൊ നമ്മളൊരു കൊച്ചു കുഞ്ഞിനെ അടിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചടിക്കട്ടെ, അവർക്കൊരു പ്രതികാരം ഉണ്ടല്ലോ, അതുണ്ടാകും. അതെനിക്ക് തോന്നുന്നു ഒരു 48 hours അതുണ്ടാകും. അതിനകത്ത് ഈ 48 hours ധനുഷ് അതൊരു നിർണായകമാണ്. അവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊരു നിർണായകമാണ്. ഒരുപക്ഷെ അവർ ഈ ഹോർമുസ് കടലെടുക്ക് പോലെ തന്നെ മിഡിൽ ഈസ്റ്റിലേക്കും കൂടെയാണ് അവരുടെ ആക്രമണം വ്യാപിപ്പിക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് എണ്ണപ്പാടങ്ങൾക്കാണ് അവർ തീയിടുന്നതെങ്കിൽ മിഡിൽ ഈസ്റ്റില്, അതൊരു ലോക പ്രതിസന്ധിയായിട്ട് മാറും സൗദിയിലും മറ്റിടങ്ങളിലും. കാരണം സൗദിയിൽ അവർ 2019 ഇട്ടിട്ടുണ്ട്, അങ്ങനെ അറ്റാക്ക് അവർ നടത്തിയിട്ടുണ്ട്, ഇറാന്റെ മിലീഷ്യസ്, ഇറാന്റെ പ്രോക്സികൾ. അപ്പൊ അങ്ങനെ ഒന്നാണ് നടക്കുന്നതെങ്കിൽ കളി മാറും. കാരണം അതൊരു വലിയ പ്രതിസന്ധി ഉണ്ടാകും. കാരണം എന്തായാലും ഇറാന്റെ ഒരു പിന്മാറ്റം ഉണ്ടാകും. അത് ലോകത്തിനെ മുഴുവൻ ഇതിനകത്തേക്ക് വലിച്ചിട്ടിട്ടേ അവർക്ക് ഒരു പിന്മാറ്റം ഉണ്ടാകത്തുള്ളൂ. അത് ഡെഫിനറ്റ് ആണ്. ഈ എണ്ണപ്പാടങ്ങൾക്ക് അവർ പണ്ട് നമ്മൾ കണ്ടതാണ് ഇറാഖില്. ഈ എണ്ണപ്പാടം കുവൈറ്റിലും ബഹ്റിനിലും അടക്കമുള്ള എണ്ണപ്പാടങ്ങൾക്കാണ് അവർ തീ കൊടുക്കുന്നതെങ്കിൽ ഒരു എണ്ണ പ്രതിസന്ധി തന്നെ ഈ ലോകത്ത് രൂപപ്പെടും. വലിയ പ്രതിസന്ധി രൂപപ്പെടും. ആ ഒരു സാഹചര്യത്തിലേക്ക് പോകും. അതാണ് 2 ഓപ്ഷൻ നമ്മൾ കാണുന്നുള്ളൂ. ഒന്ന്, ഹോർമുസ് കടലെടുക്കൽ ഇവരൊരു വലിയൊരു ഡാമേജ് ഉണ്ടാക്കുക, കപ്പലുകളൊന്നും വരാത്ത രീതിയിലാക്കുക. രണ്ടാമത്, മിഡിൽ ഈസ്റ്റില് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നതൊക്കെ അമേരിക്കയുടെ വ്യോമത്താവളം വെക്കുന്നതിനേക്കാളും വലിയ ഡാമേജ് ഉണ്ടാക്കാൻ പറ്റുന്ന അവിടുത്തെ ഓയിൽ പൂൾസിനാണ്. അത് തകർക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധി ലോകത്തുണ്ടാകും. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ പറയുന്ന റഷ്യയെ സംബന്ധിച്ചാണെങ്കിൽ റഷ്യ ആത്മാർത്ഥമായിട്ട് ഇന്ത്യയുടെ ഒപ്പം നിന്നിട്ടുള്ള രാജ്യമാണ്. നമ്മൾ കണ്ടതാണ് 1965 നമ്മൾ കണ്ടതാണ്. അത് വലിയൊരു ക്രൈസിസിലാണ്, സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും ഭരണപരമായിട്ടും ഒക്കെ. അപ്പോൾ അവരെ സംബന്ധിച്ച് അതിൽ വരാൻ സാധ്യതയില്ല. പിന്നെ ചൈന ആയുധങ്ങൾ കൊടുക്കും, പാകിസ്ഥാനും കൊടുത്തിരുന്നില്ല അവർ. അതിനകത്ത് അപ്പുറത്തേക്ക് ചൈനയ്ക്കൊന്നും റോളില്ല ഇതിനകത്ത്. ചൈന ചതിയൻ രാഷ്ട്രമാണ് എന്നുള്ള കാര്യം നമ്മൾ പറയുന്നത് മാത്രമല്ല, ലോകം മുഴുവൻ അങ്ങനെയാണ് കരുതുന്നത്. അവര് റോളിൽ, കാരണം അവർ അതിനും വലിയ പ്രതിസന്ധിയിലാണ്. നമ്മൾ വിചാരിക്കുന്നത് ചൈന ഒരു വലിയ സംഭവം ഒന്നും അല്ല. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവരിൽ തന്നെ അലട്ടുന്നുണ്ട്. പിന്നെ അവിടെ മാധ്യമ സ്വാതന്ത്ര്യമില്ല, ഗൂഗിൾ ഇല്ല, യൂട്യൂബ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല. അവിടുന്ന് എനിക്ക് തോന്നുന്നത് എന്താണ് മറ്റേ ഉത്തര കൊറിയയുടെ കുങ് ജോൺ ഉന്നിന്റെ വേറൊരു ചേട്ടനായിട്ട് വരും ഈ പറഞ്ഞ ഷീ ജിൻപിങ്. രണ്ടും ഒരേ സ്വഭാവം തന്നെയാണ്. കുറച്ച് കോട്ടിടും സൂട്ടും ഇട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഗുണ്ടയും വെറും തറയായിട്ടുള്ള ഗുണ്ടയും, അങ്ങനെ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതാണ് അതിന്റെ കാര്യം. ഇതാണ് ഇനി ഒരു റിയാലിറ്റി. ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇല്ലെങ്കിൽ ഇപ്പൊ സംഭവിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പം തനിഷ് ചോദിച്ചിരിക്കുന്നത് അറ്റ് പ്രസന്റ് ആണ്, ഭാവിയിലെ കാര്യമല്ല, നാളത്തെ കാര്യമല്ല ചോദിച്ചത്. 48 hours എന്ത് സംഭവിക്കുന്നതാണ് ധനുഷ് ചോദിച്ചത്. അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. താങ്ക് യു ചേട്ടാ.